നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനും എൻ്റെ കൊച്ചു കുടുംബവും അടങ്ങുന്നതാണ് എൻ്റെ ലോകം. അവിടെ എൻ്റെ മുൻപിൽ ശരികൾ മാത്രമാണ് ഉള്ളത്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ജോർജ് കുട്ടിയുടെ മുൻപിൽ ഉള്ള ശരികളായിരിക്കും. പക്ഷേ നിയമത്തിന് മുൻപിൽ അതെല്ലാം വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, CPO WCPO പരീക്ഷയെ അടിസ്ഥാനമാക്കി നമ്മുടെ ഫാൽക്കൺ PSC ഇതാ ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2026 CPO WCPO പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് 20 മണിക്കൂറോളം സെഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒപ്പം തന്നെ 40 മണിക്കൂറോളം PYQ GK ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കോഴ്സ് നിങ്ങൾക്കിതാ ഇപ്പോൾ തന്നെ സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫാൽക്കൺ PSCയിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ, എൻ്റെ പേര് രാഖിൽ RS. അപ്പോഴേ നമ്മൾ ഇന്ന് നമ്മുടെ CPO WCPO പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട കുറേ PYQs ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം അല്ലേ. നമ്മുടെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, LDC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരാണോ നിങ്ങൾ? 2027 ഇതാ LDC പരീക്ഷ വരാൻ പോകുന്നു. പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് LDC പരീക്ഷ. അതിൻ്റെ റാങ്ക് മേക്കേഴ്സ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് നമ്മുടെ ഇംതിയാസ് സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓഫർ പ്രൈസിൽ, ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ, നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം LDC 2027 വേണ്ടി. അതുപോലെ ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ, ഇപ്പോൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയെല്ലാം കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് വേണ്ടി ഒരു മികച്ച കോഴ്സ് ഫാൽക്കൺ PSC മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്കിപ്പോൾ ഈ കോഴ്സ് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കുക. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ഇവിടെ ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പോക്സോ ആക്ട് 21 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്, കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. ബി, പോക്സോ ആക്ട് പ്രകാരം 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്, കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോ ആക്ട് സെക്ഷൻ 23 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്, കൂടാതെ 1 വർഷം വരെ തടവിന് അർഹനാണ്. ഡി, പോക്സോ ആക്ട് 24 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്, കൂടാതെ 6 മാസം വരെ തടവിന്. ഏതാണ് ശരി ഉത്തരം? വ്യാജ പരാതികൾ, വ്യാജ ഇൻഫർമേഷൻ, ഫോൾസ് ഇൻഫർമേഷൻ ആൻഡ് ഫോൾസ് കംപ്ലൈന്റ്, തെറ്റായ പരാതികൾ, തെറ്റായ വിവരങ്ങൾ, ഇവയ്ക്കുള്ള ശിക്ഷ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 22 ആണ്. അതുകൊണ്ട് വകുപ്പ് മാത്രം പഠിച്ചാലും നമുക്കിവിടെ ഉത്തരം എഴുതാം. ഓപ്ഷൻ ബി. എത്രയാണ് കുറ്റം? 6 മാസം വരെ തടവും പിഴയുണ്ടെങ്കിൽ പിഴയും. 6 മാസം വരെയാണ് തടവ് കാലാവധി എന്ന് ഓർക്കണം. 6 മാസം വരെ. അപ്പൊ ഇവിടെ പോക്സോ ആക്ട് നമുക്കറിയാം. പോക്സോ നിയമത്തിൽ വ്യാജ പരാതികൾ പറ്റി പറയുന്ന വകുപ്പ് 22 ആണ്. ഒരു കുട്ടി ഒരു മുതിർന്ന വ്യക്തിക്കെതിരെയാണ് വ്യാജ പരാതി നൽകുന്നതെങ്കിൽ ശിക്ഷയുണ്ടോ? ശിക്ഷയില്ല. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി മറ്റൊരു മുതിർന്ന വ്യക്തിക്കെതിരെ വ്യാജ പരാതി കൊടുത്താൽ പോക്സോ ആക്ട് പ്രകാരമുള്ള ആ കണ്ടീഷനാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ട്യൂഷൻ സെന്റർ നടത്തുന്ന എ മുതിർന്ന വ്യക്തിയാണ്. മിസ്റ്റർ എ, മിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ പ്രായപൂർത്തിയായ വ്യക്തിയാണ് എ. ഇപ്പൊ രണ്ടും പ്രായപൂർത്തിയായ വ്യക്തികളാണ്. അപ്പൊ എ ബിക്കെതിരെ, ബാക്കി ട്യൂഷൻ സെന്ററും ബാക്കി ഒന്നും വിടണ്ട, ഒറ്റ കാര്യം ഓർത്താൽ മതി. എ എന്ന വ്യക്തി ബി എന്ന മുതിർന്ന വ്യക്തിക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കള്ളപ്പരാതി കൊടുത്തു, വ്യാജ പരാതി കൊടുത്തു. എ എന്ന് പറയുന്നവന് വല്ല ശിക്ഷയും കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടും. എത്ര? 6 മാസം വരെ തടവും പിഴയുമാണ് 22 വകുപ്പ് സെക്ഷൻ 22 പറയുക. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെയാണ്, കുട്ടിയെ അപമാനിക്കുക, കുട്ടിയെ നാണം കെടുത്തുക, കുട്ടിയെ ഇകഴ്ത്തുക, കുട്ടിക്ക് ഇഞ്ചറി ഉണ്ടാക്കുക. ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഈ ശാരീരികമായിട്ടുള്ള ഇഞ്ചറി മാത്രമല്ല, സാമ്പത്തികമായിട്ടും സെൽഫെയറിനും ഒക്കെ ഇഞ്ചറി ഉണ്ടാക്കുക എന്ന രൂപത്തിൽ വ്യാജ പരാതി ഒരു മുതിർന്ന വ്യക്തി കൊടുത്താൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്ക് 1 വർഷം വരെ തടവും പിഴയും. 1 വർഷം വരെ. അപ്പോൾ ഒരു കുട്ടിക്കെതിരെയാണ് വ്യാജ പരാതിയെങ്കിൽ 1 വർഷം വരെ തടവും പിഴയും. നേരെ മറിച്ച് കുട്ടിയാണ് വ്യാജ പരാതി കൊടുക്കുന്നതെങ്കിൽ ശിക്ഷയില്ല. ഒരു മുതിർന്ന വ്യക്തി മറ്റൊരു മുതിർന്ന വ്യക്തിക്കെതിരെ വ്യാജ പരാതി കൊടുത്താൽ 6 മാസം. ഓക്കെ, ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വ്യാജ പരാതികൾക്കും വ്യാജ വിവരങ്ങൾക്കുമുള്ള ശിക്ഷ
പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. 22 വ്യാജവിവരം നൽകുന്നതിന് ഒരു കുട്ടിയാണെങ്കിൽ ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. ഓർത്തിരിക്കണേ പോയിന്റ്. വ്യാജ പരാതി ഒരു കുട്ടി നൽകിയാൽ ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. ഇനി ആരെങ്കിലും അവമാനിക്കാനായി പോക്സോ ആക്ടിലെ 3, 5, 7 അറിയാമല്ലോ വകുപ്പുകൾ. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണ് 3. അതുപോലെ സെക്ഷൽ അസാൾട്ട് എന്നറിയപ്പെട്ട കുറ്റം, സെക്ഷൽ ഹരാസ്മെന്റ് എന്നറിയപ്പെടുന്ന കുറ്റം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. ഇങ്ങനെയുള്ള വകുപ്പ് പ്രകാരം വ്യാജ പരാതി നൽകുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 6 മാസം പിഴയോ തടവോ രണ്ടും കൂടിയോ ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ട്യൂഷൻ സെന്റർ നടത്തുന്ന ബിക്കെതിരെ എ എന്നൊക്കെ പറഞ്ഞ് ഇതാണ് കാര്യം. 6 മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ. ഇനി അടുത്തൊരു ഭാഗം പറയുന്ന ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെയാണ് വ്യാജ പരാതി. ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്താൽ അതിന്റെ ശിക്ഷ കൂടുതലാണ്. എന്താണ്? 1 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടി 1 വർഷം വരെയാണ്. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനു മുമ്പ് വീണ്ടും CPO കോഴ്സ് പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ രസകരമായി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, റൈറ്റ്. കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? KP ആക്ട്, കേരള പോലീസ് ആക്ട് നിങ്ങളുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ നിന്നാണ് ചോദ്യം. കേരള പോലീസ് ആക്ട് 98 സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പറയാമോ? ജില്ലാ കളക്ടർ, ജില്ലാ ജഡ്ജി, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ മജിസ്ട്രേറ്റ്. ഒറ്റ ഉത്തരം ശരിയുള്ളൂ. ആരായിരിക്കും? ജില്ലാ പോലീസ് മേധാവി. ശരി ഉത്തരം ഓപ്ഷൻ സി, ജില്ലാ പോലീസ് മേധാവി. അറിയാമല്ലോ, സ്പെഷ്യൽ പോലീസ് ഓഫീസർ നമ്മുടെ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിലോ ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിലൊക്കെ തന്നെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കില്ലേ സാധാരണക്കാരെ? ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും പോലെ തന്നെ പബ്ലിക് സർവന്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവരാണ് ഈ ഡ്യൂട്ടി വഹിക്കുന്ന കാലം വരെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ. അപ്പൊ സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവി എന്നാണ് ശരി ഉത്തരം. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി എന്നതാണ് ശരി ഉത്തരം. ആരാണ് ജില്ലാ പോലീസ് മേധാവി? നമുക്കറിയാമല്ലോ ആരാണ്. ഒരു ജില്ലയുടെ മുഴുവൻ അധികാരപരിധിയുള്ള ഒരു ജില്ലയുടെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള IPS ഉദ്യോഗസ്ഥനാണ് ആര്? സൂപ്രണ്ട് ഓഫ് പോലീസ്. മറന്നു പോകരുത്. ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ അധികാരപരിധിയുള്ള IPS ഉദ്യോഗസ്ഥനാണ് ആരെന്നറിയപ്പെടുന്നത്? DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഒരു പിന്നീട് മെട്രോപൊളിറ്റൻ നഗരത്തിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള IPS ഉദ്യോഗസ്ഥന്റെ പേര് കമ്മീഷണർ ഓഫ് പോലീസ്. കമ്മീഷണർ. ഒരു നഗരത്തിന്റെ മുഴുവൻ അധികാരപരിധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം ഒരു പോലീസ് സ്റ്റേഷന്റെ SHO ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ റാങ്ക് പറയാമോ? ഓപ്ഷൻ എ സബ് ഇൻസ്പെക്ടർ, ഓപ്ഷൻ ബി ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഓപ്ഷൻ ബി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. 3 ഓപ്ഷനേ ഉള്ളൂ. പറയാമോ? ഒരു പോലീസ് സ്റ്റേഷന്റെ SHO. എന്താ SHO? ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ആരാണ് SHO എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇൻസ്പെക്ടർ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ. അതായത് ചുമലിൽ 3 നക്ഷത്രം വയ്ക്കാൻ യോഗ്യതയുള്ള എല്ലാവരും ഇൻസ്പെക്ടർ റാങ്കാണ്. ഇൻസ്പെക്ടർ റാങ്കിലാണ്. ഇൻസ്പെക്ടർ റാങ്കിലെ ഏറ്റവും ആദ്യത്തെ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടർ. അതുകൊണ്ട് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആണ് SHO. സർക്കിൾ ഇൻസ്പെക്ടർ, DYSP അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന റാങ്കിനെ പൊതുവെ വിളിക്കുന്ന പേര് ഇൻസ്പെക്ടർ റാങ്ക് എന്നാണ്. ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ടവർ എന്താണെങ്കിലും 98 വകുപ്പ് നോക്കാം നമുക്ക്. കേരള പോലീസ് ആക്ടിന് 98 സ്പെഷ്യൽ പോലീസ് ഓഫീസറെ പറ്റി പറയുന്നു. ജില്ലാ പോലീസ് മേധാവി. അപ്പൊ ആരാ നിയമിക്കുന്നത്? ജില്ലാ പോലീസ് മേധാവിക്ക് സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായിക്കൊണ്ട് രേഖാമൂലമുള്ള ഉത്തരവിലൂടെ സൽസ്വഭാവിയും ആരോഗ്യവാനുമായിട്ടുള്ള 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളെ, പൗരന്മാരെ ആരായിട്ട്? സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് നിയമിക്കാൻ അധികാരമുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. മറന്നുപോകരുത്. ക്രമസമാധാന പരിപാലനത്തിന് പോലീസിനെ സഹായിക്കാൻ താൽക്കാലികമായിട്ടാണ് ഇവരെ നിയമിക്കുക. അല്ലെ? പോലീസ് സേനയ്ക്ക് ചിലപ്പോൾ അംഗസംഖ്യ നിർണായകമായി തികയാത്ത കാലം, ഇലക്ഷൻ, ഞാൻ ബെസ്റ്റ് ഉദാഹരണം ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയൊരു സേവന ആവശ്യമുള്ള സംഭവം, ഇത്തരങ്ങളിൽ താൽക്കാലികമായി പോലീസിനെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്രമസമാധാനത്തിൽ സഹായിക്കാനാണ്
സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നത്. അപ്രകാരം നിയമിക്കപ്പെടുന്ന ഓരോ സ്പെഷ്യൽ ഓഫീസറും നിയമിക്കപ്പെടുമ്പോൾ സർക്കാർ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് നൽകും അവർക്ക്. അതുപോലെ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനുള്ളതുപോലെ തന്നെ അധികാരങ്ങളും പരിരക്ഷകളും ഉണ്ടായിരിക്കുകയും അതുപോലെയുള്ള ഭരണപരവും അച്ചടക്കത്തെ സംബന്ധിക്കുന്നതുമായ നിയന്ത്രണങ്ങൾക്ക് വിധേയനാകുന്നതുമാണ് എന്ന കാര്യവും അവിടെ ഓർത്തിരിക്കുക. സ്പെഷ്യൽ പോലീസ് ഓഫീസർ, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാളിനെ നിയമിക്കുന്നു എന്തുകൊണ്ട് മാത്രമേ അയാളെ സർക്കാർ ജോലിയിൽ സ്ഥിരമായതോ താൽക്കാലികം എടുത്തതായി കണക്കാക്കാൻ പാടില്ലാത്തതും അയാൾക്ക് ഇതേ കാരണത്തിന്മേൽ ഭാവിയിൽ പോലീസ് സേനയിൽ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുന്നതുമല്ല എന്ന കാര്യവും അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരാളെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ചിലരെങ്കിലും പോയി കാണും ചിലപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട്. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്താൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും ജോലി കിട്ടും. സ്പെഷ്യൽ നിങ്ങളുടെ സൽസ്വഭാവിയൊക്കെ ആയിരിക്കണം. നിങ്ങൾക്ക് പേരിൽ കേസൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ശരി, ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് നിയമിക്കപ്പെടുമ്പോൾ ആ നിയമിക്കപ്പെടുന്നു എന്ന കാരണത്താൽ അതൊരു സർക്കാർ ജോലിയല്ല, സ്ഥിര ജോലിയല്ല, താൽക്കാലിക നിയമനമല്ല, എംപാനൽ നിയമനമൊന്നും അല്ല. പിന്നെ അയാൾക്ക് പിന്നെ ഭാവിയിൽ പോലീസ് സേനയിൽ ചേരാനുള്ള ഒരു മുൻഗണനയോ ഒരു മാനദണ്ഡമോ ഒരു റിസർവേഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നത് മാത്രമാണ് അവിടെ ഓർത്തത്. അപ്പൊ സ്പെഷ്യൽ പോലീസ് ഓഫീസറെ പറ്റിയാണ് ആ ചോദ്യം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ, ഡിഗ്രി ലെവൽ പരീക്ഷ മെയിൻ പരീക്ഷയും എത്തിക്കഴിഞ്ഞു. പ്രിലിമിനറി പരീക്ഷ അവസാനിച്ചു. സമയമില്ല, ഇപ്പോഴേ തുടങ്ങണം. മെയിൻ പരീക്ഷ എത്രത്തോളം ശ്രമകരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ടെൻഷനും ഇല്ലാതെ ഈസിയായി സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാൻ ഫാൽക്കൺ BSc അവസരം ഒരുക്കുകയാണ്. ഡിഗ്രി മെയിൻ ബാച്ച് ഈ സ്ക്രീനിൽ കാണുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. പെട്ടെന്നാവട്ടെ, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാൽ, BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? ഓപ്ഷൻ എ 7 ദിവസത്തിനുള്ളിൽ, ഓപ്ഷൻ ബി ഉടൻ തന്നെ, ഓപ്ഷൻ സി 24 മണിക്കൂറിനുള്ളിൽ, ഓപ്ഷൻ ഡി മേധാവിയുടെ അനുമതിക്ക് ശേഷം. 4 ഓപ്ഷനുകൾ പറയാമോ? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എന്നാണ് ചോദ്യം. ഒറ്റ ഉത്തരമേട് ശരിയുള്ളൂ. ഏതായിരിക്കും? 7 ഉടൻ തന്നെ, 24 മണിക്കൂർ, മേധാവിയുടെ അനുമതിക്ക് ശേഷം. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ക്ലാരിറ്റി അല്പം കുറവുണ്ട്. എങ്കിലും ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത് ഇതാണ്. ഉടൻ തന്നെ. എന്താണ് ഉടൻ തന്നെ? ഉടൻ തന്നെ അതായത് കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ പ്രഥമ ദൃഷ്ടിയ അന്വേഷണം നടത്തി ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷന്റെ SHO, ആ SHOയുടെ മുമ്പാകെ ഒരു കേസ് അതിർത്തി തർക്കം പരിഹരിക്കാനായിട്ട് 2 പേർ ചർച്ചയ്ക്ക് വന്നു. ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ഒരുത്തൻ തൻ്റെ അരയിൽ ഒളിപ്പിച്ച ഒരു കത്തിയെടുത്ത് അടുത്ത് നിൽക്കുന്ന ആളിനെ കുത്തുന്നു. ആരുടെ മുമ്പിൽ വെച്ച്? ഈ SHOയുടെ മുമ്പിൽ വെച്ചിട്ട്. SHOയുടെ മുമ്പിൽ വെച്ചിട്ട് നടക്കുന്ന ഈ പ്രവൃത്തി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, അല്ലേ? അപ്പൊ തന്നെ SHOക്ക് പിന്നെ അന്വേഷണമോ തെളിവെടുപ്പോ ഒന്നും, അപ്പൊ തന്നെ ഇയാൾ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഈ കുത്തേറ്റ ആളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. കുത്തിയ ആളിനെ അപ്പൊ തന്നെ എന്ത് ചെയ്യാം? റിമാൻഡ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിക്കണം. അതിനുവേണ്ടി FIR അപ്പൊ തന്നെ ഇട്ടൂടെ. അപ്പോൾ ഒരു FIR BNS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ്. പിന്നെ പറയുന്ന സെക്ഷൻ BNSലെ 173 ക്ലോസ് 3 സബ് ക്ലോസ് 1, 173 സബ് ക്ലോസ് 1 അതിൽ പറയുന്നു, ഈ പിന്നീട് കൊഗ്നൈസബിൾ ഒഫൻസുകളിൽ ആവശ്യമായ അന്വേഷണം ആവശ്യമുള്ള ഘട്ടത്തിൽ, ഇപ്പൊ എല്ലാ കൊഗ്നൈസബിളും ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആയിട്ട് FIR എടുക്കേണ്ടതില്ല. അന്വേഷണം നടത്തി വിശദമായ അന്വേഷണം നടത്തേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ അതിന്റെ കാലാവധി 14 ദിവസമായിരിക്കും. 14 ദിവസമായിരിക്കും എന്ന് പറയുന്നു. 14 ദിവസം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു ഭാഗമാണ് ഈ പിന്നീട് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് എന്നറിയപ്പെടുന്നത് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ. 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ടുന്ന കുറ്റകരമായ പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ FIR 7 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ഈ FIR ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഈ FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ FIR എത്ര ദിവസത്തിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണം. 3 ദിവസം. മനസ്സിലാവുന്നുണ്ടോ? FIR തയ്യാറാക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്ത മജിസ്ട്രേറ്റിന് ആ FIR സമർപ്പിക്കണം. മനസ്സിലായോ? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 173
173 എന്ന സെക്ഷനാണ് എന്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ ഈ പറയപ്പെട്ട FIR ഇടുന്ന പോലീസിന്റെ ഇത്തരം നടപടിക്രമങ്ങളെ പറ്റിയൊക്കെ പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച ഉടൻ തന്നെ പോലീസ് എന്ത് ചെയ്യണം? FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി സമയപരിധി 14 ദിവസം വരെയാണ്. നമ്മൾ പറഞ്ഞു 14 ദിവസം വരെയാണെന്ന് പറയുന്ന വകുപ്പ് 173 ക്ലോസ് 3 സബ് ക്ലോസ് 1 അതിലാണ് പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കണം. ഇനി EFIR നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് FIR. EFIR നമുക്കറിയാമല്ലോ, നമ്മുടെ പോലീസിന്റെ പോൾ ആപ്പ് വഴിയും അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? FIR പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകണമെന്നില്ല പരാതി സമർപ്പിക്കാൻ. നമുക്ക് ഓൺലൈനായി പരാതി സമർപ്പിക്കാൻ അവകാശമുണ്ട്, സംവിധാനമുണ്ട്. അപ്പൊ അത്തരം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് EFIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിലാണ്? 3 ദിവസത്തിനുള്ളിലാണ് FIR 3 ദിവസത്തിനുള്ളിൽ ഒപ്പിട്ടത് FIR ആക്കി മാറ്റേണ്ടതാണ്. 3 ദിവസമാണ്. പിന്നെ നമുക്കറിയാം, FIR മജിസ്ട്രേറ്റിന് കൈമാറുന്ന എത്രയാണ്? 24 മണിക്കൂറിനുള്ളിൽ കൈമാറണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ FIR രജിസ്റ്റർ ചെയ്തത് ശേഷം അത് 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? BNSS വകുപ്പുകൾ 168 മുതൽ 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം ഒരു വലിയ ചാപ്റ്ററാണ്. 168 മുതൽ 172 വരെ എന്താണെന്നാണ്? ഓപ്ഷൻ A, കോടതിയുടെ അധികാരങ്ങൾ കുറയ്ക്കുക, കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക, ജാമ്യം നിഷേധിക്കാൻ വഴിയൊരുക്കുക, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് സാധ്യമാക്കുക. ഏതായിരിക്കും ശരി ഉത്തരം? ശരി ഉത്തരം ഒന്നേ ഉള്ളൂ, പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് പോലീസ്. ഇതാണ് പറയുക. അപ്പൊ ഏതായിരിക്കും ശരി ഉത്തരം? കുറ്റകൃത്യങ്ങൾ സംഭവിക്കാതെ തടയുന്നത് എങ്ങനെ? ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നതിന് മുമ്പ് പ്രിവെന്റീവ് നടപടികൾ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ശരിയല്ലേ? സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് ഒരു സംഭവം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് അതെന്താണ്? അത് ഉണ്ടാകാതെ നോക്കുന്നതാണെന്ന് പറയുന്നത് പോലെ. മനസ്സിലാവുന്നുണ്ടോ? എന്താണെങ്കിലും ശരി, നമ്മുടെ കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നുള്ളതാണ് ഈ വകുപ്പിൽ പറയുക. നോക്കുക, പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ് ആണ് സെക്ഷൻ 168 മുതൽ 172. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ? 168, 172 സെയിം അധ്യായമാണ് കണ്ടോ. പ്രിവെന്റീവ് പോലീസ് ടു പ്രിവെന്റ് കോഗ്നൈസബിൾ ഒഫൻസ്. 169 ഇൻഫർമേഷൻ ടു ഡിസൈൻ ടു കമ്മിറ്റ് കോഗ്നൈസബിൾ ഒഫൻസ്. 170 അറസ്റ്റ് ടു പ്രിവെന്റ് ദി കമ്മീഷൻ ഓഫ് കോഗ്നൈസബിൾ ഒഫൻസസ്. 171 പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി ടു പബ്ലിക് പ്രോപ്പർട്ടി. 172 പേഴ്സൺ ബൗണ്ട് ടു കൺഫോം ടു ലോഫുൾ ഡയറക്ഷൻസ് ഓഫ് പോലീസ്. ഇതാണ് ഇത്രയും പ്രിവെന്റ്. ഇതെല്ലാം കുറ്റകൃത്യങ്ങൾ സംഭവിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുക, ഒരു കുറ്റകൃത്യത്തെ തുടർന്ന് അടുത്ത കുറ്റകൃത്യം ഉണ്ടാകാതെ തടയുക, ഇങ്ങനെയുള്ള നിരവധി പ്രിവെന്റീവ് ആക്ഷൻസ് അതിനെപ്പറ്റി പറയുന്ന വകുപ്പാണ് 168, 72. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അടുത്ത ഭാഗത്ത് നോക്കാം. അപ്പൊ FIR പറഞ്ഞു നമ്മള്. അപ്പൊ വീണ്ടും LDC 2027 പരീക്ഷാ സിലബസിന് അടിസ്ഥാനമാക്കിയ റാങ്ക് മേക്കേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ ഫാൽക്കൺ PSC, നമ്മുടെ ഇന്ത്യ സാർ ലീഡ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ലിമിറ്റഡ് ഓഫർ ആണ് കേട്ടോ. ലിമിറ്റഡ് ഓഫർ ആണ്. ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി മെയിൻ ബാച്ച് അല്ലേ, നമ്മുടെ പ്രിലിമിനറി പരീക്ഷ എല്ലാം കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. അതുപോലെ CPO WCPO പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സ് നമ്മുടേതായി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. പുതിയൊരു ബാച്ച് കൊണ്ട് 799 രൂപയ്ക്ക് നമുക്കത് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തയ്യാറാകുക. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജോർജ് കുട്ടിയുടെ മുമ്പിൽ ഇനി ശരികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കേരള PSCയുടെ CPO WCPO പരീക്ഷ തയ്യാറാകുന്ന നമുക്ക് BNS അറിയാം, BNSS അറിയാം, BSI അറിയാം, കേരള പോലീസ് ആക്ട് അറിയാം. നമ്മുടെ മുമ്പിൽ നിയമപരമായ ശരികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗത്ത് മറ്റു പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.